അസ്സലാമു അലൈക്കും. ഇന്ന് അത്താഴത്തിന് ചോറും ചെറുപയറും പിന്നെ കുറച്ച് മോരും ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രോസൺ ഫുഡിൽ ഉന്നക്കായ തീർന്നിട്ടുണ്ടായി, അങ്ങനെ അത് പ്രിപ്പയർ ചെയ്തു ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ച്. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉമ്മച്ചിയും മിന്നും കൂടിയാണ് ചെയ്തത്. ഞാനിന്ന് ഉണ്ടാക്കിയത് ഒരു അഫ്ഗാനി പുലാവാണ് ഉണ്ടാക്കിയത്. ചിക്കൻ്റെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിലിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് റെഡിയായി വരുമ്പം അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ആവണ മാതിരി ഒരു ഓറഞ്ച് കളർ ആവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉള്ളി അങ്ങനെ റോസ്റ്റായി കഴിയുമ്പം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ലെഗ് പീസുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആ ചിക്കൻ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത്യാവശ്യം ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നത് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഔട്ടർ കവർ ഒന്ന് ഫ്രൈ ആയി തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 റേഷ്യോയിൽ ഗാർലിക്കും ജിഞ്ചറിനെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഗാർലിക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു അരക്കപ്പോളം വെള്ളം വേണം ആഡ് ചെയ്യാൻ. അങ്ങനെ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനല്ല. അങ്ങനെ അതിലേക്ക് ആഡ് ചെയ്തതാണ് തൈര്. തൈര് ആഡ് ചെയ്യുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ എരിവിന് പാകമായിട്ടുള്ള ഗ്രീൻ ചില്ലി വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഞാൻ 3 ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഒഴിച്ച അരക്കപ്പ് വെള്ളവും കൂട്ടിയിട്ട് ആണ് വെള്ളത്തിന് കണക്കെടുക്കേണ്ടത്. പിന്നെ നമ്മൾ പാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ 3/4 കപ്പ് പാലാണ് യൂസ് ചെയ്തത്, ബാക്കി വെള്ളമാണ് യൂസ് ചെയ്തത് അരിൻ്റെ പാകത്തിന്. അങ്ങനെ അതിലേക്ക് തിളക്കുന്നതിന് മുന്നേ തന്നെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ബിരിയാണി മസാല, അതായത് നമുക്കൊരു പാകം അറിയുമല്ലോ ബിരിയാണി മസാല എത്ര ഇടണമെന്ന്, അതിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും, അപ്പോഴേക്കും വെള്ളം എങ്ങനെ ആവും. പിന്നെ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലും. അത് കഴിഞ്ഞിട്ട് ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞ് ദം ചെയ്യാനും ഒരു 5-10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പുലാവ് ഇങ്ങനെ റെഡിയാവും. നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോഴേക്കും പഴംപൊരിയും ഡേറ്റ്സ് പൊരിച്ചതും പിന്നെ കറിയും പത്തിരിയും എല്ലാം റെഡിയായി. മുട്ടക്കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒക്കെ റെഡിയായി. നോമ്പ് തുറക്കാൻ നേരത്ത് കട്ട് ഫ്രൂട്ട്സുകളും കടികളും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച് അപ്പോഴേക്കും പള്ള നിറഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പത്തിരിയൊക്കെ കഴിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.